ഹലോ, ആ സിന്ധുവിനെ ഒന്ന് കിട്ടുവോ? ഇല്ലേ, ബിന്ദുവിനെ ആയാലും മതി. ഏയ് ചന്തു വേണ്ട, ചന്തു വേണ്ട. എന്നാ പിന്നെ ഗ്ലാഡീസ്, ഓമന അങ്ങനെ ആരുടെയും കൊടുക്കൂ. ഇവളുമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? ഹലോ ചിന്നു. ഹായ് ചിന്നു, ഞാൻ ലോലു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. ഇന്നെന്റെ ബർത്ത്ഡേയാ. ഏപ്രിൽ ഫൂൾ അല്ല, ഏപ്രിൽ 1. ഇന്നെന്റെ ബർത്ത്ഡേയാ, ഓർമ്മയില്ലേ? ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറന്റ്. ഹായ് ചിന്നു. ഞാൻ ലോൺ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എന്തിനാ? ഒരുത്തിന് എന്നെ കാണുമ്പോ ഭയങ്കര സൂക്കേടാ. എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാ. എന്തു പാട്ടാവൻ പാടുന്നത്? എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരം തല്ലേന്ന്. ആഹാ, അത്രയ്ക്കായോ ധിക്കാരി. എന്റെ ചിന്നുവിന്റെ പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ? ഞാൻ കരാട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന കാര്യം അവൻ മറന്നു കാണും. എവിടെ അവൻ? ദേ അവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആഹാ, ദേ അവനാ. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ ആയതുകൊണ്ട് എന്റെ കൈ അങ്ങനെ അവന്റെ മർമ്മത്തുകൊണ്ട് അവനെ ഉരുണ്ടു വീണ് ചത്തു. ഇത് ചിന്നുവിന് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. എങ്ങനെ? അവൻ പുറകെ നടന്ന് എന്തു പാട്ടാ പാടുന്നേ? എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരം തല്ലേ. ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടിക്കൊടുത്താ മതി. ഏത് പാട്ട്? ആട്ടുകല്ലേ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. ദോശ ചുടുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയണോ? ലോണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് മേടിച്ചു തരുന്ന. ഇതേത് തുക്കട ഹോട്ടലും പൊറോട്ട ബീഫ് ഫ്രൈ. ആർക്ക് വേണം ഇത്? അയ്യോ, ഇത് തുക്കട ഹോട്ടൽ അല്ല, വളരെ ഫേമസ് ആ. കേട്ടിട്ടില്ലേ? കുറ്റിക്കാട്ടിൽ റിസോർട്ട് റെസ്റ്റോറന്റ്. ഇനി നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ താജിലോ മലബാറിലോ പൊന്നാനിയിലോ കൊണ്ടുപോയി മുന്തിയേന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരും. ഇങ്ങനെ പൊങ്ങച്ചം പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു വാക്ക് ഇങ്ങനെ ലോണിന് എന്നോട് പറയാറുണ്ടോ? ഓ, ചേട്ടന്റെ ഒരു തമാശ. നോക്കി നിൽക്കാതെ ഈ ലിവർ എടുത്ത് കഴിക്കണ്ട കരളേ. ആ ഷുഗർ ഇങ്ങനെ എടുത്ത എന്റെ പഞ്ചാര കണ്ടോ, അതുപോലെയാ സ്നേഹമുള്ള ആണുങ്ങള്. അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള്. കണ്ടില്ല അയാള് പറഞ്ഞത്? ആ ലിവറിങ് എടുക്കേന്റെ കരളേന്ന്. അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, ആ ഷുഗറിങ് എടുക്കേന്റെ പഞ്ചാരന്ന്. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? എനിക്ക് പറയാനൊക്കെ അറിയാം. ഞാൻ പറയട്ടെ? ആ ബീഫിങ് എടുത്തേടി പോത്തെ. ഞാൻ പോവാ. അയ്യോ, ശരിയായില്ലെങ്കിൽ വേറെ പറയാം. വന്നിരുന്ന് കഴിക്കണ്ട കഴുതേ. അയ്യോ, പോവല്ലേ. ഇനി ഞാൻ ലോണിനോട് വഴക്കിടില്ല കേട്ടോ. ഇങ്ങനെ പിണങ്ങിയാലെങ്ങനാ? നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ. ലോണിന് എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതേ കൊടൈക്കനാലിലായിരിക്കോ? ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് വെക്കുന്നത്? കുറച്ച് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. ലോണിന് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത്. ലോണ അയ്യോ അമ്മച്ചി, ഞാൻ നുള്ളിയില്ല. അയ്യോ, ഞാൻ നുള്ളിയില്ല. എന്താടാ അമ്മയുടെ പ്രായം ഉണ്ടല്ലോ. അമ്മച്ചിയാണ് ഞാൻ നുള്ളി. എവിടെ കിട്ടി പെങ്ങളെ ഈ സാധനത്തിനൊക്കെ? അയ്യേ, വൃത്തികെട്ടവൻ. സത്യമായിട്ട് ഞാൻ ആ അമ്മച്ചിയെ നുള്ളിയില്ല. ഇല്ല, ഞാനാ നുള്ളിയത്. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലേ നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ. നല്ല വിശക്കുന്നു. ഇവിടെ ഒന്നും വെച്ചില്ലേ? വെച്ചടാ, വന്ന് തിന്നോ. ആണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങള് കരുതി ഞങ്ങളെ കഷ്ടപ്പാടൊക്കെ തീർന്നെന്ന്. ബൂസ്റ്റ് ഇരിപ്പുണ്ടോ? ഞാൻ എടാ, നിനക്ക് എന്തെങ്കിലും കഷ്ടപ്പാടില്ലാത്ത പണിക്ക് പോകാൻ പാടില്ലേ? ജോസ് കുട്ടി ഒന്ന് വിളിച്ചപ്പോ അമ്മ എന്നെ വിട്ടോ. അവൻ എന്താ പണി? അവൻ ലേഡീസ് ഹോസ്റ്റലിലെ വാച്ച്മാൻ. ഒന്നുമില്ലെങ്കിൽ എനിക്കും അവിടെ പോയി ഇരിക്കാറുന്നല്ലോ. എടാ, ഞങ്ങള് തെണ്ടി ചെലവിന് തന്നാലും എന്റെ മോനാ പണിക്ക് പോണ്ട. അമ്മ, എന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ നടക്കുന്നു. എടോ, നിന്നെ പോലുള്ള ചെറുപ്പക്കാർ എന്തോരം പണിക്ക് പോകുന്നു. നിനക്ക് അതുപോലെ എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല. ശരി, എന്നാ അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി തിരഞ്ഞെടുത്തു. എന്താണാവോ? പെയിന്റിംഗ് പണി. അങ്ങനെ ഒരു തൊഴിൽ കൂടെ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലല്ലോ. കാശ് മുടക്കുന്നവനല്ലേ ദണ്ണമുള്ളൂ. നമുക്കാര് കാശ് തരുന്നോ പണിയെടുക്കാം. പിന്നെന്ത് പേടിക്കാൻ?
ആഹാ, ഇത്രയും നന്നായിട്ട് ഞാൻ എപ്പോ തുടങ്ങിയത് എഴുതാൻ? ഇനി ഒരുത്തന്നെ ഇതിനകത്ത് കമാന്നൊരക്ഷരം എഴുതുകയില്ല, പോസ്റ്റ് ഒട്ടിക്കുകയില്ല. അത്രയ്ക്കായി. പരസ്യം പതിക്കരുത്. പരസ്യം പതിക്കരുത്. അല്ല, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം? വീട്ടുകാരെ, പരസ്യം പതിച്ചാൽ എന്നാ കുഴപ്പം? പരസ്യം പതിക്കരുത്. പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം? പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ? അതിവർക്കാർക്കും അറിയില്ലേ? ആ, പരസ്യം പതിച്ച പല കുഴപ്പങ്ങളുണ്ട്. അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കുക. ഈശ്വര, ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാ. ചിന്നു ആരെ നോക്കി നിക്കുവാ? ഞാൻ പാൽക്കാരനെ നോക്കി നിൽക്കുക. ഇങ്ങനെ വയറ് നിറച്ചു പാലും കുടിച്ചു പുര നിറഞ്ഞു നിന്നോ. തടി കൂടിയാ ഞാൻ കെട്ടുകയില്ല. തടി കുറക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ കുറയണ്ടേ? അതിന് ഓടിയാ പോരെ? ഓടിയ തടി കുറയോ? അതിന് ഉദാഹരണമല്ലേ ഈ ഞാൻ. ആണോ? ആ, ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി ഉണക്കി സിമ്രാനാക്കി ഞാൻ കൈ തരും. സിമ്രാനോ? ആ, ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പ്യാര്, നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന്. ഏതെമ്മൻ നമ്പ്യാര്? നമ്മുടെ കോച്ച് നമ്പ്യാര്. ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ? ആ, അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ. എന്നിട്ട് ഇന്നലെ വേറെ ആരോ ഓടിച്ചെന്നാണല്ലോ കേട്ടത്. അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ. എന്നാലും ഓടിയ തടി കുറയോ? ഉറപ്പല്ലേ? ശരി, ചിന്നു ഓടിക്കോ. ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഡെയിലി എത്രത്തോളം കുറയുന്നു എന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട്. അങ്ങോട്ടല്ലേ? മമ്മി, ഞാൻ പോയിട്ട് വരാം. അതെ, പാല് വരും. അയ്യോ, ഞാൻ ക്ഷീണിച്ചു. എനിക്ക് വയ്യ. സ്ഥിരമായിട്ട് ഓടിയാൽ കിതക്കത്തില്ല. അതൊന്നും അല്ല, ഈ ഏരിയയിലൊക്കെ നിറച്ചു പട്ടിയാ. നമുക്ക് തിരിച്ചു പോവാം. പട്ടി കടിക്കത്തില്ല. അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്നത് കൊണ്ട് എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. എന്നാലും എനിക്ക് പേടിയാ, പട്ടി കടിച്ചാലോ? ഇന്നാളൊരു പട്ടി എന്നെ കടിക്കാൻ വന്നു. ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു. അതിനുശേഷം എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ. അതുങ്ങളൊക്കെ അറിഞ്ഞു കാണും. എന്നാലും എനിക്ക് പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വച്ചോ, വന്നാൽ ഒരു അടി കൊടു. പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും, കണ്ടോ? എന്നാ വേണ്ട, ഇതാ എന്നാ വലിയ വടി വെച്ചോ. വന്നാൽ എങ്ങനെ? വന്നാൽ ഒറ്റയടി. എങ്ങനെ? ഇങ്ങനെ. ഓടിക്കോ. ലോണ്ണ, ഇതവിടെ പോയി? ചേട്ടാ, ലോണ്ണ കണ്ടോ? നോക്കിയേ. അയ്യോ, ഇതെന്ത് പറ്റി? പെങ്ങളെ, ഇവൻ ആരാന്നറിയോ? ഇവന്റെ പണി എന്താണെന്നറിയാവോ? പെൺപിള്ളേരുടെ ചിത്രങ്ങളെടുത്ത് തലവെട്ടി മാറ്റി അശ്ലീല ചിത്രങ്ങളാക്കിയിട്ട് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തികെട്ടവനായവൻ. അയ്യോ, ഇത് അങ്ങനത്തെ ആളൊന്നുമല്ല. ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞെന്നറിയാൻ വേണ്ടിയാ ലോണ്ണ ഷൂട്ട് ചെയ്തത്. എന്നാ ഇവനത് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. സമ്മതിച്ചില്ലല്ലോ. വെറുതെ മനുഷ്യന് സമയം കിടത്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോണ്ണൻ ഓടി ഉണങ്ങിയതല്ല, നാട്ടുകാർ ഇടിച്ചുണക്കിയതാണ്.